നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്ത്. കൊട്ടിയൂരിൽ എല്ലാ വർഷവും നടക്കുന്ന വൈശാഖ മഹോത്സവം നടക്കുകയാണ്. അതിൻ്റെ കാലമാണ്. അതെ, ഒരു മാസം. അതിൽ തുടക്കത്തിൽ തന്നെ പറയാനുള്ളൊരു കാര്യം കൊട്ടിയൂരിൽ ഒരു ചടങ്ങിലും ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ഒരു മുസ്ലിം കുടുംബം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് അഹിന്ദുക്കളായ ആരുടെയും. അതെ, ഒരു അന്യജാതി മതസ്ഥരായ ആരും ആ കൊട്ടിയൂരിലെ ഒരു ചടങ്ങിലും ഭാഗഭാക്കല്ല ആയിരുന്നില്ല. അതിന് കല്ല് പറക്കി വയ്ക്കാനാണെങ്കിലും വെള്ളം കോരി ഇപ്പുറത്ത് തേവാനാണെങ്കിലും അവിടെ ഇടുന്ന ദക്ഷിണ പറക്കി എടുത്തുകൊണ്ട് പോകാനാണെങ്കിലും ആരെയും കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമായ കാര്യം തുടക്കത്തിലേ പറയട്ടെ. കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. ഇപ്പോഴ് ഈ ബാവലിക്കെട്ടല്ലേ, നമ്മുടെ ശബരിമലയിൽ ഒരു വാവര് പള്ളിയുണ്ട്, പള്ളിയല്ല ഒരു സ്ഥാനമുണ്ട്. എരുമേലിയിൽ വാവര് പള്ളിയുണ്ട്, ശബരിമലയിൽ അതിൻ്റെ ഒരു സ്ഥാനമുണ്ട്, പ്രതിനിധിയുണ്ട്. അവിടെ ഇരുന്ന് കുരുമുളക് കൊടുക്കും. അതുപോലെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും അവിടെ ഉത്സവം നടക്കുമ്പോൾ ചെന്നിരിക്കണമെന്നൊക്കെ നിർബന്ധം പിടിച്ചാൽ അന്യമതസ്ഥർ അങ്ങനെ ബഹളം വയ്ക്കുകയാണെങ്കിൽ പിന്നെ എന്ത് കാര്യം? അവിടെ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ, മതേതര രാജ്യമല്ലേ. അതെ, അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് കടന്ന് ആക്രമിക്കാം. അല്ലെങ്കിൽ പള്ളി ബാബറൊക്കെ ഹുമയൂണൊക്കെ ഇതൊക്കെ നമ്മളിത് പറയുമ്പോഴേ ഇതിനെന്താ ആധികാരികമായ എന്തെങ്കിലും ഒരു രേഖയോ തെളിവോ എന്തെങ്കിലും വേണ്ടേ? ഒരു തെളിവുമില്ല. ഒരു തെളിവുമില്ല എന്ന് മാത്രമല്ല, ഈ കൊട്ടിയൂർ ക്ഷേത്രം അറിയാമല്ലോ, ഒരു പുഴയുടെ അക്കരയും ഇക്കരയാണ്. ശരിക്കും ഇക്കരയാണ് ക്ഷേത്രം, അക്കരെ കാടിനുള്ളിൽ. അതായത് ഇക്കരെ 365 ദിവസവും നിത്യപൂജയുള്ള ക്ഷേത്രമാണ്. അക്കരെ വർഷത്തിലൊരിക്കൽ ഈ പറഞ്ഞതുപോലെ വൈശാഖ മാസത്തിൽ ഒരു ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിധത്തിലുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പം ഇക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാൽ മാത്രം പോരാ, അത് പൂർത്തിയാകണമെങ്കിൽ അക്കരെ കൊട്ടിയൂരപ്പനെ കൂടെ തൊഴണം. അതാണ് അതിൻ്റെ ശാസ്ത്രം. ഇത് ഈ ബാവലി എന്ന് പറയുന്ന പുഴയുടെ 2 കരകളിലായിട്ടാണ് ഈ ക്ഷേത്രം. ശിവപ്രതിഷ്ഠയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രാചീനമായൊരു കൃതി 1912 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. അത് ദക്ഷിണ കാശി മാഹാത്മ്യം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ കൊട്ടിയൂർ ക്ഷേത്രവും ഈ ആചാരങ്ങളും ഒക്കെ അറിയപ്പെട്ടിരുന്നത് ദക്ഷിണ കാശി മഹാത്മ്യം എന്ന ആ പുസ്തകത്തിലൂടെയാണ്. അത് മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാർ എന്നൊരാളാണ് ആ കൃതി, അതിൻ്റെ ഉപജ്ഞാതാവ്. അത് രചിച്ചത് അദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് ഇത് 1912 പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ ചില ബൗദ്ധരുടെ ചില ഇടപെടലുകൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബുദ്ധമത വിശ്വാസികളായ ചിലർ അവിടെ വന്നു പോയതിനെക്കുറിച്ചൊക്കെ ചില പരാമർശങ്ങളുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഈ അഹിന്ദുക്കളുടെ, ഹിന്ദുക്കളല്ലാത്ത ഇതര മതസ്ഥരുടെ ഒരു സാന്നിധ്യവും ഒരിടപെടലും അവിടെ ഉണ്ടായതായിട്ട് ആ പുസ്തകം പറയുന്നില്ല. ആ പുസ്തകത്തിൽ എങ്ങുമേ പരാമർശമില്ല. ഇതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പ്രാചീനമായിട്ട് നമുക്ക് ലഭ്യമായ രേഖയുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. പിന്നെ ഇപ്പോൾ ഈ ബാവലിക്കെട്ടെന്നും പറഞ്ഞൊരു പുതിയ സംവിധാനം വന്നിരിക്കുന്നത്, അവിടെ ഈ പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്തി അങ്ങനെ അവിടെ കല്ലൊക്കെ ഇട്ട് അങ്ങനെ ഒരു ക്രിയ, അവിടെ ഈ വെള്ളത്തിലാണ് ഈ പൂജ നടക്കുന്നത്, ഈ ഒരു യാഗം പോലെ. ഇത് എന്താ സങ്കല്പം എന്ന് വെച്ചാൽ ഇത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അങ്ങനെ അവിടുത്തെ ഒരു ശിവസാന്നിധ്യം അവിടെ അങ്ങനെ വന്നു എന്നാണ്. മാത്രമല്ല ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അവിടെ ഈ വൈശാഖ മാസമാകുമ്പോൾ അവിടെ എത്തുമെന്നും അവിടെ പൂജ നടത്തുമെന്നും അങ്ങനെയൊക്കെയുള്ള പല സങ്കല്പങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ കാരണം ഭക്തജന വിശ്വാസമാണ്. കാലങ്ങളായിട്ട് അവർ ആചരിച്ചു പോകുന്നു. ഈ ആചാരങ്ങളുടെ ഒക്കെ പിന്നിൽ പല ശാസ്ത്രീയമായ കാര്യങ്ങളുമുണ്ട്. നമുക്കത് ചിലപ്പോൾ ഈ കഥകൾ പലതും പറയുന്നത് അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ഇരിക്കട്ടെ. അപ്പോൾ ഇത് എത്രയോ കാലമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ ഈ ഉത്സവകാലത്ത് അവിടെ വലിയ വരുമാനം വരും. ഈ മലബാർ ദേവസ്വം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ബാവലിക്കെട്ടെന്ന് പറഞ്ഞാൽ അവിടെ പുഴയിൽ കല്ലിടാൻ പണ്ടൊരു മുസ്ലിം കുടുംബത്തിന് അനുമതി നൽകി എന്നാണ് ഒരു കഥ. അതായത് പണ്ടൊരു കുടുംബം അവിടെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് ഇത് ശരിക്കും പഴശ്ശി രാജാവിൻ്റെ കുടുംബം ഉണ്ടല്ലോ, കോട്ടയം കോവിലകം. ഏത് നമ്മളെ ഇവിടുത്തെ തെക്കൻ തിരുവിതാംകൂറിലെ തെക്കൻ കേരളത്തിലെ കോട്ടയമല്ല,
മാനന്തവാടി കോട്ടയം, ആ കണ്ണൂർ കോട്ടയം, ആ കോട്ടയം കോവിലകത്തിൻ്റെ കീഴിലായിരുന്നു ഈ കൊട്ടിയൂർ ക്ഷേത്രം. 120 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം അതാണ്. അന്ന് മുത്തപ്പള്ളി മനയിലെ നമ്പൂതിരിമാരാണ് അവിടെ താന്ത്രിക കർമ്മം നിർവഹിച്ചിരുന്നത്. അത് ഈ പിന്നെ വൈശാഖ ഉത്സവത്തിനോടനുബന്ധിച്ച് അമിതമായിട്ട് വെള്ളം കയറി ഈ ക്ഷേത്രാചാരങ്ങൾക്ക് തടസ്സം. അവിടെ നമുക്കറിയാം മുട്ടറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഈ അവിടുത്തെ അനുഷ്ഠാനങ്ങളും ഉത്സവവും എല്ലാം നടന്നു പോകുന്നത്. അപ്പോൾ അതിൽ അമിതമായിട്ട് വെള്ളം കയറി ഇത് നടക്കാതിരിക്കുക. മഴക്കാലമാണ്, നമ്മളെ ഇടവപ്പാതി കാലമാണ്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് അവിടെ ഈ പുഴയിൽ കല്ലിടുന്ന അപ്പോൾ ഈ കല്ലിട്ടിരുന്ന കുടുംബം ടിപ്പുവിൻ്റെ ആക്രമണ കാലത്ത് മതം മാറി മുസ്ലിമായി എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടുകേൾവിയാണ്. ഇതിനൊന്നും ചരിത്രപരമായ തെളിവുകളോ രേഖകളോ ഒന്നുമില്ല. ഇനി മറ്റൊരിത് പറയുന്നത്, അവിടെ ഈ പഴമക്കാരായ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു വിവരം, ഇത് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന രക്ഷാധികാരി ശശികല ടീച്ചർ ഇതിനെക്കുറിച്ച് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അവർ ഈ വിഷയം പലതും ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഈ കൂലിപ്പണിക്ക്, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഉത്സവ സമയമൊക്കെ ആകുമ്പോൾ അവിടെ ചില ജോലിക്ക്, അപ്പോൾ ആദിവാസികളാണ് കൂടുതൽ. അപ്പോൾ ആദ്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയല്ല. ഇപ്പം നമുക്കറിയാം തെക്കൻ കേരളത്തിൽ ചില ക്ഷേത്രങ്ങളിൽ ഈ ക്രിസ്ത്യാനികൾക്ക് ചില ആചാരങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ വിസ്താരഭയം നിമിത്തം അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ കൂലിപ്പണിക്ക് അവിടെ ഈ ഇത് വൃത്തിയാക്കാനും ഒരുക്കാനും ഒക്കെ ആയിട്ട്, എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രപരമായി ആ പ്രദേശം അതൊന്ന് ക്ലിയർ ചെയ്ത് പുല്ലൊക്കെ ചെത്തി എല്ലാം വൃത്തിയാക്കാൻ കൂലിപ്പണിക്ക് ആളെ വിളിച്ചിരുന്നു. അതിലേതോ ഒരു മുസ്ലിം കുടുംബം ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. പിന്നെ അവരൊക്കെ അവിടുന്ന് പോയിട്ട് കാലങ്ങളായി, അവരൊക്കെ കർണാടകയിലേക്കൊക്കെ കുടിയേറി. ഇപ്പോൾ അവരുടെ പിന്മുറക്കാരവിടെ വന്നിട്ട് ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്കിവിടെ കല്ലിടണം, ഞങ്ങൾക്കിവിടെ ക്ഷേത്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞങ്ങളെ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഈ കൊട്ടിയൂർ ദേവസ്വത്തിനോട് അനുമതി ചോദിച്ചിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പണ്ടെപ്പോഴോ ആരൊക്കെയോ ഇതുപോലെ കൂലിപ്പണിക്ക് വിളിച്ച ആൾ വന്ന് കൂലിപ്പണി ചെയ്തു, അതിൻ്റെ കൂലിയും വാങ്ങിച്ചു പോയി. അയാൾക്ക് എന്താണ് ക്ഷേത്രാചാരത്തിൽ കാര്യം? തുടർച്ചയായിട്ട് വന്നു കാണും, ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്നു കാണും, വേറെ ആളിനെ കിട്ടാത്തത് കൊണ്ട്. അതെങ്ങനെയാണ് ക്ഷേത്രാചാരങ്ങൾ കീഴ്വഴക്കമാകുന്നത്? അത് തന്ത്രിയുടെയും ആ ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരു ക്ഷേത്രത്തിലും പറ്റില്ല. അതിന് ദേവഹിതം നോക്കണം, ദേവപ്രശ്നം നടത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭദ്രകാളി പൂജ, പത്മമിട്ട് ഭദ്രകാളിക്ക് പൂജ നടത്തുകയാണ് വർഷത്തിലൊരിക്കൽ. ചുമ്മാ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അനുവദിക്കുന്ന കാര്യമല്ല. അതേസമയം കമ്മിറ്റി പ്രസിഡന്റിനല്ല, തന്ത്രിക്ക് പോലും അത് തീരുമാനിക്കാൻ പറ്റില്ല. ദേവപ്രശ്നം നടത്തി ദേവപ്രശ്നത്തിൽ അവിടെ ഒരു ഭദ്രകാളി സാന്നിധ്യം കാണുന്നു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരൊക്കെ പറയും, ഇവിടെ ഞങ്ങൾ മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കുന്നത്, ഇവിടെ ഭദ്രകാളി വരാൻ ഒരു സാഹചര്യവും ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ദേവപ്രശ്നത്തിൽ ഒരു ഭദ്രകാളി സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്, ഒരു ദേവതാ സങ്കല്പം അവിടെ കാണുന്നു. അപ്പോൾ അവർ പറയും ഇത് നിഷേധിക്കാൻ പറ്റില്ല, ഇത് പ്രശ്നത്തിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട്, കാരണം അത് ജ്യോതിഷപരമായ ഒരു നിഗമനമാണ് അതിനകത്ത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനൊരു സാന്നിധ്യത്തിനെ കൃത്യമായിട്ട് അതിൻ്റേതായ രീതിയിൽ ബഹുമാനിക്കണം, അതിൻ്റേതായ രീതിയിൽ ആരാധിക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും മിനിമം, അപ്പോൾ ഇവർ പറഞ്ഞാൽ അയ്യോ ഞങ്ങളുടെ കയ്യിൽ വലിയ കാശൊന്നുമില്ല, നമ്മൾ ഇനിയിപ്പോൾ ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠിച്ച് ഭദ്രകാളി ആരാധിക്കാനുള്ള അല്ല. ശരി, എന്നാൽ നിങ്ങൾ എല്ലാ വർഷവും ഉത്സവ സമയത്ത് പത്മമിട്ട് ഭദ്രകാളിയെ കുടിയിരുത്തി താൽക്കാലികമായിട്ട് പൂജ നടത്തി തിരിച്ച് ഉദ്വസിക്കണം. ഇത് അതിൻ്റെ ചില ടെക്നിക്കൽ കാര്യങ്ങളാണ്, ഞാനത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് പണം ഉണ്ടാകുന്ന കാലത്ത് നിങ്ങൾ ഭദ്രകാളിക്ക് ഒരു ആലയം, ഉപദേവതയായിട്ട് ഒരു ആലയം പ്രതിഷ്ഠിക്കാം. ഇങ്ങനെ പറഞ്ഞ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ഇത് മഹാവിഷ്ണു മാറിയിട്ട് ശിവനാകും, ശിവൻ മാറിയിട്ട് ചിലപ്പോൾ സുബ്രഹ്മണ്യനാകും, ഭദ്രകാളി മാറിയിട്ട് ദുർഗയാകും, ചിലപ്പം ഗണപതിയാകും.
അങ്ങനെ അതൊക്കെ ഹൈന്ദവമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അത് ചോദ്യം ചെയ്യാൻ ആരും വരേണ്ടതില്ല. ആർക്കും അതിന് ഈ സെക്കുലർ രാജ്യത്ത് യാതൊരു അവകാശവുമില്ല. ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചോദ്യം ചെയ്യാൻ ഇവർക്കാർക്കും യാതൊരു അവകാശവുമില്ല. ഏതെങ്കിലും ദുരാചാരങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, നമുക്കത് പരിശോധിക്കാം. അത്തരം ദുരാചാരങ്ങളെ ഇല്ലാതാക്കാൻ കാലാകാലങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പിസ്വാമിയെയും മഹാത്മാ അയ്യങ്കാളിയെയും പോലെയുള്ള അവതാര പുരുഷന്മാരുണ്ടായിട്ടുണ്ട്. അവരതൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അതിനെയെല്ലാം തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെയേ പാടുള്ളൂ, ഇങ്ങനെയേ ചെയ്യാവൂ എന്ന് പറഞ്ഞ് ഈ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കുപോക്കുകളുമില്ല. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഈ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കർണാടകയിൽ നിന്ന് വന്നിരിക്കുകയാണ് അവർ. ഞങ്ങളുടെ പൂർവികർ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ കർണാടകയിൽ നിന്ന് കഴിഞ്ഞ തവണ ഒരു നിരവധി ഭക്തർ ഇവിടെ എത്തി. അല്ല, ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കർണാടകയിൽ നിന്ന് ഭക്തരുടെ ഒഴുക്കുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ട്. ഇത് വെറുതെ വന്നതല്ല. നോക്കൂ, നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ പല പ്രാചീനമായ പള്ളികളുടെയും അടിയിൽ ശിവലിംഗമുണ്ട്, അവിടെ അടിയിൽ ക്ഷേത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് അല്ലേ? പലതും കണ്ടെടുക്കുന്നുണ്ട്. പല പള്ളികളുടെയും നിർമ്മിതികൾ പഴയ ക്ഷേത്രം തകർത്തിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു പുതിയ കാര്യമൊന്നുമല്ല. വളരെ പണ്ട് തൊട്ടേ ഇതാണ്. ഈ 40,000-ലധികം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്നാണ് നമ്മുടെ ഒരു ഔദ്യോഗിക കണക്ക്. ഏത് മുഗൾ പടയോട്ടത്തിലും അതിനു മുമ്പ് ഈ പിന്നെ മുസ്ലിം പടയോട്ടത്തിൽ തകർത്തു എന്നതിന്റെ അർത്ഥം സ്വത്ത് കൊള്ളയടിച്ചു. ക്ഷേത്രം കൊള്ളയടിച്ച് ക്ഷേത്രം തകർത്ത് അവരെ സംബന്ധിച്ച് അന്നേ ഈ വർണ്ണവെറി ഉണ്ടായിരുന്നു. അല്ല, വർണ്ണവെറിയല്ല അത് വിഷയം. ഇതിനകത്ത് വർണ്ണവെറിയല്ല. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു പ്രദേശം ആക്രമിക്കുന്നു, അവിടുത്തെ ആരാധനാലയം തകർക്കുന്നു. ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ക്രിസ്ത്യാനികളും ചെയ്തിട്ടുണ്ട്. ഗോവയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്തത് ഈ പറങ്കികളാണ്. അതുപോലെ ഡച്ചുകാരിവിടെ വന്നപ്പോൾ അവർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഡച്ചുകാരിവിടെ വരുമ്പോൾ കേരളത്തിലാണ് ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ അവരെ പിന്നെ കീഴടക്കി പിടികൂടി ഡില്ലനോയിയെ തടവിലാക്കിയ ചരിത്രം നമുക്കുണ്ട്. അതിൻ്റെ കഥയൊക്കെ നമ്മൾ ഒരുപാട് പറയാനുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ പിന്നെ ഈ ആക്രമണം നടത്തുന്നത് അതിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോയി ഒരു ആരാധനാലയത്തെ ആക്രമിക്കാത്തത്. ഹിന്ദു സംസ്കാരം ഇങ്ങോട്ട് വരുന്ന എല്ലാറ്റിനെയും തന്നിലേക്ക് ചേർക്കുന്നതാണ്. ഇപ്പം ബുദ്ധമതം വാസ്തവത്തിൽ ലോകത്തിൻ്റെ 65% ബുദ്ധമതം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് എവിടെ പോയി? അത് മുഴുവനും സനാതന വൈദിക ധർമ്മത്തിൽ ലയിച്ചു. ഹിന്ദുമതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ഹിന്ദുമതത്തിൽ അത് ലയിച്ചു. ഒരു ശങ്കരാചാര്യർ വിചാരിച്ചപ്പോൾ ഇത് മുഴുവനും ഇങ്ങ് ലയിച്ചു. അദ്ദേഹം വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടല്ല, ആരെയും വെട്ടിക്കൊന്നിട്ടല്ല, ശാസ്ത്രാർത്ഥത്തിലൂടെയാണ് ബൗദ്ധരുടെ വിശ്വാസ പ്രമാണങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അവരെ അത് തിരുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ജൈനരുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അത് വലിയൊരു വിഷയമാണ്, നമ്മൾ ഒരുപാട് സംസാരിക്കാൻ ഉള്ളൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഹിന്ദുക്കൾ അങ്ങനെ പോയി ഒരു ആരാധനാലയം ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞ് പിന്നെ ശബരിമല പഴയ ഒരു ബുദ്ധ ക്ഷേത്രമായിരുന്നു, ഹിന്ദുക്കൾ ആക്രമിച്ച് ഒന്നുമല്ല. വളരെ കൃത്യമായിട്ട് ശബരിമല ഹിന്ദു ക്ഷേത്രമാണ്. വൈദിക ധർമ്മത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആ ക്ഷേത്ര ആരാധനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും അതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് പ്രാചീനമായ പല ഇതും ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ ആക്രമണ കാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു, കൊള്ളയടിച്ചു. സ്വർണം, രത്നങ്ങൾ, ഈ ദേവന് കാണിക്കയായിട്ട് അർപ്പിച്ചിരിക്കുന്ന അമൂല്യമായ വസ്തുക്കൾ. ഭക്തരങ്ങനെയാണ്. നമുക്ക് തന്നെ അറിയാം, ശബരിമലയിൽ എന്താണ് കൊണ്ടങ്ങ് തട്ടുകയാണ് അല്ലേ? അതൊരു വിശ്വാസമാണ്. അത് എന്താ പറയുക, നമ്മുടെ അഭൗതികമായ ആത്മീയമായ ഒരു ആനന്ദത്തിൻ്റെ നിർവൃതിയുടെയൊക്കെ ഭാഗമാണ്. തനിക്കുള്ളതെല്ലാം ഭഗവാന് സമർപ്പിക്കുക. അവിടെ അതിൻ്റെ യുക്തിയൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. തിരുവിതാംകൂർ രാജവംശം തന്നെ പത്മനാഭന് സർവ്വം സമർപ്പിച്ചു. ദാസന്മാരാണ്, പത്മനാഭദാസന്മാരാണ്. ഇപ്പോഴും നമ്മുടെ ഒക്കെ വീടുകളുടെ പ്രമാണം എടുത്ത് നോക്കിയാൽ ശ്രീഭണ്ഡാരം വക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഞാൻ
ഇവിടെ 5 സെന്റിന്റെ ഉടമസ്ഥനാണ് എന്ന് പറയുമ്പോൾ ആ 5 സെന്റിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ശ്രീപത്മനാഭനാണ്. ശ്രീഭണ്ഡാരം വക ഞാൻ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നു, എൻ്റെ കുടുംബം ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. സത്യത്തിൽ ഇതിൻ്റെ എല്ലാ ഉടമസ്ഥൻ ശ്രീപത്മനാഭനാണ് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പ്രാചീന കാലത്ത് ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് സ്വർണം കൊള്ളയടിച്ചു, രത്നങ്ങൾ കൊള്ളയടിച്ചു, എന്നിട്ട് ഈ വിഗ്രഹങ്ങൾ തകർത്ത് ചിലതൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ചു, ചിലതൊക്കെ കിണറ്റിലെടുത്തു, ചിലത് കടത്തി, പിന്നെ ചിലത് കൊണ്ടുപോയി രാജകൊട്ടാരത്തിൻ്റെ പടിവാതുക്കലിടും. ഈ വിഗ്രഹത്തിൽ ചവിട്ടിക്കൊണ്ട് ആൾക്കാർ കയറാനും ഇറങ്ങാനും അത്രയ്ക്ക് അപമാനിച്ചിട്ടുണ്ട് ഔറംഗസീബിനെ പോലെയുള്ളവർ. ഇരിക്കട്ടെ. അപ്പോൾ പിന്നീട് അപ്പോൾ അങ്ങനെ ഈ പഴയ ക്ഷേത്രങ്ങൾ തകർത്തിട്ട് അവിടെ പലതിലും പിന്നീട് ഈ ജനങ്ങൾ കൂട്ടത്തോടെ ഈ ആക്രമണത്തിൽ മതം മാറ്റപ്പെടും. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മതം മാറും. ഈ മതം മാറുന്നവർക്ക് ആരാധിക്കാൻ പുതിയൊരു പള്ളി അവിടെ നിർമ്മിക്കും. അത് ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ കൊണ്ട് തന്നെ നിർമ്മിക്കും. അവിടെ തന്നെ. അപ്പം ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട പല ക്ഷേത്രങ്ങളും ഇന്ന് തിരിച്ചു വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഈ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മലബാറിൽ ഇതുപോലെ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. പലതും ഇന്ന് കണ്ടെടുക്കുന്നുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് വിഗ്രഹങ്ങൾ കിട്ടുന്നു. അത് പിന്നീട് ദേവപ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രാചീനമായ എത്രയോ ക്ഷേത്രങ്ങൾ, തളി ക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കിയതാണ് അല്ലേ? കോഴിക്കോട്. തിരുമാന്താംകുന്ന് അങ്ങനെ ആക്രമിച്ച് നശിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ ആധുനിക കാലത്ത് തിരുമാന്താംകുന്ന് നശിപ്പിക്കാൻ ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. അറിയാലോ, മലബാർ ദേവസ്വം ഏറ്റെടുത്തിട്ട് പച്ച പെയിന്റ് അടിച്ചതും അവിടെ ഇതര മതസ്ഥർക്ക് അവിടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കും. എന്തിനാണിതൊക്കെ? ഞാൻ പറയുന്നത്, ഹിന്ദുക്കൾ ആരാധിക്കുന്നത് അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒരു പ്രത്യേക തരത്തിൽ പോയിക്കൊണ്ടിരിക്കണം. അതങ്ങനെ പോയിക്കോട്ടെ. നിങ്ങൾ എന്തിനാണ് ഈ സെക്കുലർ രാജ്യത്തെ എന്തിനാണ് ഇതര മതക്കാരെ ഇതുമായി ബന്ധപ്പെടുത്തുന്നത്? അതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം പള്ളിയിൽ ഹിന്ദുക്കൾ കടന്നു കയറി അവരുടെ വിശ്വാസത്തെ, അവരുടെ ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ പോയാൽ അത് തെറ്റല്ലേ? ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അതുപോലെ ഇതര മതസ്ഥർ കയറിയിട്ട് അവിടുത്തെ കുർബാനയെ കുറിച്ച്, ഇപ്പോൾ കുർബാന പിന്നെ അൾത്താരയ്ക്ക് നേരെ അഭിമുഖമായിട്ട് നിന്ന് കൊടുക്കണോ അതോ തിരിഞ്ഞ് ജനാഭിമുഖമായി നിന്ന് കൊടുക്കണോ? അഭിപ്രായം പറയേണ്ടത് ക്രിസ്തുമത വിശ്വാസികളാണ്, നമ്മളല്ല. അപ്പോൾ അതൊക്കെ അവരാലോചിച്ച് തീരുമാനിക്കട്ടെ. അവരിൽ പണ്ഡിതന്മാരായ ആൾക്കാർ, മതപരമായ അറിവുള്ളവർ, അതിലെ സന്യാസി വിഭാഗം, ആത്മീയാചാര്യന്മാർ, അവരൊക്കെയാണ്. ഇപ്പോൾ ഇസ്ലാം മതത്തെക്കുറിച്ച് ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അഭിപ്രായം പറയേണ്ടത് ഇസ്ലാം മത പണ്ഡിതന്മാരാണ്. അവരാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. നമ്മൾ അവിടെ കയറി അഭിപ്രായം പറയുന്നത് അത് തെറ്റാണ്, അത് ശരിയല്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. നമുക്ക് അതിനകത്തൊരു തെറ്റ് കണ്ടാൽ നമുക്ക് വിമർശിക്കാം. ഇത് പൊതുസമൂഹത്തിന് യോജിക്കുന്നതല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവരിലെ ഒരു ഡിസ്പ്യൂട്ട് പരിഹരിക്കേണ്ടത് അവർ തന്നെയാണ്. അവിടെ കയറി നമ്മൾ കുളം കലക്കാൻ പോകരുത് ആരും. അത് ഏത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും. തിരുമാന്താംകുന്നിൽ ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. വിധി വന്നു. അതെ, നല്ല വിധിയാണ് വന്നത്. വള്ളുവനാട് അടുത്തത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വരാനുണ്ട്. വള്ളുവനാട് ദേശത്തിന് തിരിച്ചു കൊടുക്കാൻ ക്ഷേത്രഭരണം. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യം ഈ ഉത്തരേന്ത്യയിൽ പല ക്ഷേത്രങ്ങളിൽ പല പള്ളികളുടെയും പുറകിൽ അടിയിൽ ക്ഷേത്രങ്ങളുണ്ടെന്ന് കണ്ടിട്ട് അവിടെയൊക്കെ ജനങ്ങളത് ഇപ്പോൾ അവർക്ക് എന്താ പറയുക, രാജ്യത്ത് പറഞ്ഞ പോലെ മോദി സർക്കാർ വന്നതിന് ശേഷം അവർക്ക് ആ കാര്യം അതൊരു സത്യമല്ലേ, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ജനങ്ങൾക്ക് ഇപ്പോൾ യു പിയിൽ പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരാണ്. അപ്പോൾ അവർക്ക് വിശ്വാസികൾക്ക് ധൈര്യമായി അവർ ആവേശപൂർവ്വം പുറത്തു വരുന്നു. പിന്നെ പൊതുജന മധ്യത്തിൽ വന്ന് അവരാവശ്യപ്പെടുന്നു, ഇത് ക്ഷേത്രമായിരുന്നു, ഞങ്ങൾക്ക് തിരിച്ചു തരണം അല്ലേ? അങ്ങനെ അപ്പോൾ അത് ഡിസ്പ്യൂട്ടായി ഇപ്പോൾ പലതും കോടതിയിൽ കേസുകൾ നടക്കുന്നുണ്ട്. അത് കേസുകൾ പരിശോധിച്ച് ന്യായയുക്തമായ നീതിയുക്തമായ തീർപ്പുണ്ടാകട്ടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ഇതൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഇല്ലാത്തതുണ്ടെന്ന് പറയരുത്. അത് ഒരു പള്ളിയുടെ അടിയിൽ ഒരു പള്ളിയെ അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ ഒരു മുസ്ലിം പള്ളിയെ തകർക്കാൻ മനഃപൂർവ്വമായിട്ടൊരാൾ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണ്. അത് തെറ്റാണ്. കൊട്ടിയൂരിലും അത് തന്നെയാണ് ബാധകം. കൊട്ടിയൂരിൽ ഇല്ലാത്ത ആചാരങ്ങൾ നമ്മളിതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത കഴിഞ്ഞ എത്രയോ ഇപ്പോൾ നമ്മുടെയൊക്കെ തന്നെ ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്നത്, നമുക്കൊക്കെ ഇപ്പോൾ ഏതാണ്ട് അര നൂറ്റാണ്ട് തികയുന്നു പ്രായം. അപ്പോൾ നമ്മളെയൊക്കെ ഞാനൊരു 10 വയസ്സുള്ളപ്പോൾ തൊട്ടേ കേൾക്കുന്നതാണ് ഈ കൊട്ടിയൂർ. കാരണം ഒരു പ്രസിദ്ധമായ ഗാനം തന്നെ, ഒരു ഭക്തിഗാനം ഇത് സംബന്ധിച്ചുണ്ട്. ഇക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാൽ അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴണം എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ പല ഗാനങ്ങളും ഭക്തിഗാനങ്ങളും കേൾക്കുന്നുണ്ട്.
ഇതൊക്കെ ഈ ദക്ഷിണകാശി മാഹാത്മ്യം ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല, അത് വലിയ വളരെ ഒരു ചരിത്ര രേഖ തന്നെയാണ് ആ പുസ്തകം. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ. ഇത് വെറുതെ മനുഷ്യർ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാനും കലഹമുണ്ടാക്കാനും അത് മതവൈരം വളർത്താനും പരസ്പരം ആക്രമിക്കാനും ഉള്ളതായി തീരരുത്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന വളരെ പ്രശസ്തമായ ഒരു മുസ്ലിം കുടുംബത്തിലെ പല അംഗങ്ങളും തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായൊരു ശിവക്ഷേത്രത്തിൽ വന്ന് തൊഴാറുണ്ട്, വളരെ രഹസ്യമായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങളെന്താ വരുന്നത്? ഞങ്ങളത് വളരെ പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ പലരും, എൻ്റെ പൂർവികർ പലരും ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതിപ്പോൾ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നത് നമ്മളെ ആർക്കും അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ ഒരു വിശ്വാസം എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അവർ വന്ന് രഹസ്യമായിട്ട് അവിടുത്തെ ആചാരങ്ങൾ പാലിച്ച് തൊഴുതിട്ട് പോകുന്നു, ആർക്കും ഒരു ശല്യവും ഇല്ല. അതുകൊണ്ട് ഇന്ന് വരെ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് അറിയില്ല. വളരെ പ്രസിദ്ധമായൊരു ശിവക്ഷേത്രത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കുടുംബം ഏതാണെന്നും എനിക്കറിയാം. പിന്നെ തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായ ഒരു കുടുംബമാണ്. ഒരു കാര്യം കൂടി അതിനകത്ത് പറയാം, ഒരു സിനിമാ നടൻ്റെ കുടുംബമാണ്, അതും ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പിന്നെ ഭീമാവള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്, വെട്ടുകാട് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. ഒരാളിൻ്റെ വിശ്വാസമാണ്, അയാളുടെ മനസ്സിന് സമാധാനം കിട്ടാൻ, അല്ലെങ്കിൽ ആ ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അവരുടെ മനസ്സിന് സമാധാനം കിട്ടാൻ ചെയ്യുന്നതാണ്. അത് തെറ്റാണ്, നിങ്ങളതിൻ്റെ യുക്തി അങ്ങനെയല്ല, ഇങ്ങനെയാണ്, മറ്റത് വിഗ്രഹം കല്ലാണ്, അതിനെ ആരാധിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഈ ആരാധിക്കുന്നത് കല്ലിനെ അല്ല, ആരാധിക്കുന്നത് ഈശ്വരനെയാണ്. അത് കുടികൊള്ളുന്നത് ഈ ഭക്തൻ്റെ മനസ്സിലാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ക്ഷേത്രത്തിൽ പോയി ആരാധിക്കുന്ന ഒരാളിനെ അതിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അയാൾക്ക് എപ്പോഴാണോ തൻ്റെ ഉള്ളിൽ ആ ഈശ്വരനുണ്ട് എന്ന് കൃത്യമായിട്ട് അയാൾ തിരിച്ചറിഞ്ഞിട്ടാണ് അയാൾ ആ ഈശ്വരനെയാണ് അവിടെ കാണുന്നത്. അയാളുടെ ഉള്ളിലെ സങ്കല്പമാണ് അയാൾ അവിടെ ദർശിക്കുന്നത്. അപ്പോൾ അത് അയാൾ തുടരും. അതിനെയൊന്നും നമുക്ക് നിഷേധിക്കാനോ നമുക്ക് നിരാകരിക്കാനോ ഒന്നും കഴിയില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തിടത്തോളം കാലം അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. പിന്നെ ഇതൊക്കെ ആത്യന്തികമായിട്ട് ഒരു എലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരുടെ ഇടയ്ക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് തർക്കം എന്ന് പറഞ്ഞാൽ അടിപിടി ഉണ്ടാക്കലല്ല, ശാസ്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വാദിക്കാം. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, അതുപോലെ ഇപ്പോൾ ഖുറാൻ, ബൈബിള്, പഴയ നിയമം ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പരസ്പരം ഇത് വാദിക്കാം. ഈ വാദിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനുമാണ്, അല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു കാര്യം അതിൻ്റെ വസ്തുത എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ സിദ്ധാന്തം എന്താണ്, അതിൻ്റെ സത്യം എന്താണ് എന്ന് അറിയാനും അറിയിക്കാനുമാണ് വാദം. അല്ലാതെ തർക്കിച്ച് ജയിച്ച് ഒരാളിനെ തോൽപ്പിച്ച് മറ്റേയാൾ, അതല്ല വാദം. അത് എനിക്ക് തോന്നുന്നു സനാതനധർമ്മത്തിലാണ് അത് ഏറ്റവും നന്നായിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് അതൊക്കെ ചെയ്യാം നമുക്ക് അങ്ങനത്തെ ഒരു സമൂഹത്തിൽ. പോട്ടെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും കൊട്ടിയൂരത്തെ വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ അനാവശ്യമായി ഒരു കലഹം ഉണ്ടാക്കാതെ ഒഴിവാക്കി ആരാധനയ്ക്ക് വരുന്നവർ ആരാധിച്ചോട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് ഒരു മുസ്ലിം വന്നാൽ അവിടുന്ന് ശിവൻ ഇറങ്ങി ഓടും എന്നൊന്നും ഞാൻ പറയില്ല. അത് ഒരാളിൻ്റെ വിശ്വാസമാണ്. അയാൾ വന്ന് ആരാധിക്കുന്നെങ്കിൽ ആരാധിച്ചോട്ടെ, അയാൾക്ക് അവിടെ വന്ന്. പക്ഷെ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കണം, അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം. ഇപ്പോൾ കുളിച്ചിട്ടേ ക്ഷേത്രത്തിൽ കയറാവുള്ളൂ എന്നൊരു നിയമം ഉണ്ടെങ്കിൽ കുളിച്ചിട്ടേ ക്ഷേത്രത്തിൽ കയറാവൂ. ചെരുപ്പ് പുറത്ത് വെച്ചിട്ടേ ക്ഷേത്രത്തിൽ കയറാവൂ. അവിടെ കയറുമ്പോൾ ഷർട്ട് ഊരണം, ചില സ്ഥലങ്ങളിൽ ഷർട്ട് ഊരണ്ട. നമ്മൾ അവിടെ ഷർട്ട് ഊരണം എന്നാണ് നിയമമെങ്കിൽ അത് പാലിക്കണം, അതനുസരിക്കണം. അത് പാലിച്ചുകൊണ്ട് അവിടെ ക്ഷേത്രത്തിൽ കയറണം. എന്തായാലും പൂർണ്ണ നഗ്നനായിട്ട് കയറണമെന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരാധനാക്രമങ്ങൾ അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഏത് പിന്നെ ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവിടുത്തെ ആരാധനാക്രമം എന്താണോ അത് പാലിക്കണം. അത് പാലിച്ചുകൊണ്ട് ആരാധന നടത്തണം. അല്ലാതെ പരസ്പരം കലഹവും ഈ സ്പർദ്ധയും ഒന്നും ഉണ്ടാക്കരുത്, അതിൻ്റെ ആവശ്യമില്ല.
തർക്കങ്ങളുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ സിവിൽ ഡിസ്പ്യൂട്ടുകളുണ്ടെങ്കിൽ, സിവിൽ ഭൂമിപരമായ ഡിസ്പ്യൂട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പണ്ട് ഉണ്ടായിരുന്ന ഒരു ആരാധനാലയം മാറ്റി ഇപ്പോൾ പുതിയൊരു ഇതായിട്ട് നിർമ്മിച്ചതാണ്, ഇത്തരം ഡിസ്പ്യൂട്ടുകളുണ്ടെങ്കിൽ കോടതിയുണ്ട്, നമുക്ക് കോടതിയിൽ പോവാം, അവിടെ വാദിക്കാം, അവിടെ തർക്കിക്കാം. പണ്ട് RSSൻ്റെ സർസംഘചാലക് തന്നെ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ എല്ലാ പള്ളികളുടെ അടിയിൽ ശിവലിംഗം തപ്പി പോകരുത്. മറ്റേ നമ്മുടെ രാമജന്മഭൂമി വിധി വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞതാണ്, പോകരുത്. കാരണം അങ്ങനെ നമുക്ക് വാദിച്ചും തർക്കിച്ചും അടിയുണ്ടാക്കി ഒന്നും ജയിക്കാൻ പറ്റില്ല. മതങ്ങൾ, ഗുരുദേവൻ പറഞ്ഞത് വളരെ ശരിയാണ്, മതങ്ങൾ പരസ്പരം കലഹിച്ച് ഒന്നിനൊന്നോട് പൊരുതി ജയിപ്പത് അസാധ്യം എന്നാണ് പറഞ്ഞത്. കാരണം അതിൽ ഈ പറഞ്ഞ പോലെ ഓരോ വിശ്വാസങ്ങൾക്കും അതിൻ്റേതായ ചില നിയമങ്ങളും ചില പവിത്രതയും ഒക്കെ ഉണ്ട്. അത് അങ്ങനെ തന്നെ പോകുന്നതല്ലേ നല്ലത്. അതിനെ നമ്മൾ ഈ ഇല്ലാത്ത സെക്കുലറിസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക്, മുസ്ലിം പള്ളി ഇസ്ലാം വിശ്വാസികൾക്ക്, ക്രിസ്ത്യൻ പള്ളികൾ ക്രൈസ്തവ വിശ്വാസികൾക്ക്. ഇനി അവിടെ ഈ പറഞ്ഞ പോലെ ഇതര മതസ്ഥർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്യണം. അല്ലാതെ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതൊന്നും ആരും ചെയ്യരുത്. അത് നമ്മുടെ നാടിനും നല്ലതല്ല. എന്തായാലും കൊട്ടിയൂർ ഈ ഉത്സവകാലത്ത്, ഈ പറഞ്ഞ വൈശാഖ മഹോത്സവം നടക്കുന്ന ഈ കാലത്ത് ഇത്തരം അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാതെ ഇത് വളരെ മാന്യമായിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു പൊതു പൈതൃകമാണ്, നമ്മുടെ നാടിൻ്റെ സമ്പത്താണിതൊക്കെ. അത് ഏത് മതത്തിൻ്റെ ആരാധനാലയമാണെങ്കിലും ശരി, നമ്മുടെയൊക്കെ ഒരു പൈതൃക സ്വത്താണ് അത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടാൻ, അതിനെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ. മറിച്ച് അതിനെ ഒരു കലഹമുണ്ടാക്കി മനുഷ്യൻ്റെ ചോര ഒഴുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ആരും ശ്രമിക്കരുതേ എന്നൊരു അപേക്ഷ കൂടി നമുക്കുണ്ട്.